ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളും ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു മാജിക് ക്യൂബാണ്. സാധാരണയായിട്ട് ഇത് ഫോട്ടോസ് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്. ഇത് ഞാനിപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ കളർ പേപ്പറാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കല്ലേ, വാ. ഇപ്പോൾ നമ്മുടെ മരം കൊണ്ടുണ്ടാക്കിയ ക്യൂബൊക്കെ നല്ലപോലെ സാൻഡ് പേപ്പറിലിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് 2 പീസ് എടുത്തിട്ട് വീഡിയോ ഫോളോ ചെയ്യുക. വീഡിയോയിൽ കാണിക്കുന്ന പോലെ മാസ്കിൻ ടാപ്പ് ഒട്ടിച്ചെടുക്കുക. മാസ്കിൻ ടാപ്പ് വേണമെന്നില്ല, ഞാനിപ്പോൾ ഇവിടെ മാസ്കിൻ ടാപ്പാണ് ഒട്ടിക്കുന്നത്. ആദ്യം 2 പീസ് കൂട്ടി ഒന്ന് ഒട്ടിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് ഇങ്ങനെ മറച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് വേറൊരു പീസ് എടുത്തിട്ട് ഇവിടെ വെക്കുക. ഓക്കെ, ഇതുപോലത്തെ 4 പെയറും നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഓക്കെ, ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒട്ടിച്ച ഭാഗം 2 ഇവിടെ ഇങ്ങനെ, ടാപ്പ് കാണുന്ന ഭാഗം 2 ഈ 2 അറ്റത്തും, പിന്നെ ഈ ടാപ്പ് വരുന്ന ഭാഗം 2 സൈഡിലും ആയിട്ട് വെക്കുക. ഓക്കെ, ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ മറച്ച് വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇത് മറച്ച് വെച്ചിട്ട് 4 സൈഡ് ടാപ്പ് ഒട്ടിക്കുക. അതായത് കാണിച്ചു തരാം. ഇവിടെ ഒരു സൈഡ് ഒട്ടിക്കുക. ഇപ്പോൾ ഇതൊരു സൈഡായി. ഇനി ഒരു സൈഡ് വേറെ, ഇങ്ങനെ 4 സൈഡാണ് ഒട്ടിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഈ 2 താഴത്തെ 2 കൂടി അപ്പോൾ ഈ സൈഡ് നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടി ഒട്ടിച്ചാൽ ഓക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇങ്ങനെ മറച്ചു കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ തീരെ ഒട്ടിക്കാത്ത ഒരു സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, അവിടെ ഇതേപോലെ 4 പീസാണ് ഒട്ടിക്കേണ്ടത്. 1 ഞാനിപ്പോൾ ഇവിടെ ഈ ടാപ്പിൻ്റെ മുകളിൽ സാധാരണയായിട്ട് ഫോട്ടോസൊക്കെയാണ് ഒട്ടിക്കുക. ഞാൻ ഇപ്പോൾ ഫോട്ടോസൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ കളർ പേപ്പറാണ് ഒട്ടിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഫോട്ടോസും കളർ പേപ്പറൊന്നും ഒട്ടിക്കുന്നില്ലെങ്കിൽ ടാപ്പ് നല്ല വൃത്തിയിൽ ഒട്ടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പേപ്പറാണ് ഒട്ടിക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഓക്കെ, അതിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കളറും എല്ലാ സൈഡും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിക്കുക. ഇവിടെ പശയാക്കിയിട്ട്, കൂടുതൽ പശയാക്കാൻ പാടില്ല, പേപ്പറിൻ്റെ കളറൊക്കെ പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പശയാക്കിയിട്ട് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുക കൈ കൊണ്ട്. ഓക്കെ, എന്നിട്ട് നല്ല വൃത്തിയിൽ ഒട്ടിച്ചെടുക്കുക. ഓക്കെ, വൃത്തിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടാപ്പ് ഒട്ടിച്ച സൈഡ് ഉണ്ടല്ലോ, ടാപ്പ് ഒട്ടിച്ചെടുത്ത അപ്പം ഈ ഭാഗത്തിൻ്റെ ടാപ്പ് ഇവിടെ ഒന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇട വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ല കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കട്ട് ചെയ്തിട്ടുണ്ട്. 1 സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് തുറക്കുക. അപ്പോൾ ഇനി രണ്ടാമത്തെ സൈഡ് ഒട്ടിക്കാം. അപ്പോൾ ഒരു കളർ എടുത്ത് വയ്ക്കാം.
ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ 2 സൈഡാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സൈഡ് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തുറക്കുക. അപ്പോൾ അടുത്ത സൈഡ് കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഗ്രീൻ കളറാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, ഗ്രീൻ കളർ ഒട്ടിക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് പശ ഒട്ടിക്കണം. പശ തേച്ച് നമ്മൾ പേപ്പർ ഒട്ടിക്കുമ്പോൾ കട്ട് ചെയ്യേണ്ടത് എവിടെ വെച്ചാൽ നമ്മൾ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചതിന് ക്രോസ് ആയിട്ട് നമ്മൾ ഒരിക്കലും വെട്ടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോസും ഈ നടുവരെ ഓക്കെ, ഈ ഒരു സമചതുരത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു 4 പീസാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗ്രീൻ കളറ് പേപ്പർ ഒട്ടിക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു ക്രോസ് ആയിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ ഇനി ഇവിടെ കട്ട് ചെയ്യണം. ആദ്യം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു ലെയർ നമ്മൾ ഒഴിച്ചിടണം. ഇവിടെ കട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ മാസ്കിംഗ് ടാപ്പ് ഉള്ളതാണ്, അതുകൊണ്ട് ഇവിടെ കട്ട് ചെയ്യാൻ പാടില്ല. കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ വരെ മതി. എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ തുറക്കുക. അപ്പോൾ അടുത്ത കളറാണ്. ഇവിടെ നമ്മൾ ഈ ഒരു കളറാണ് നോക്കുന്നത്. അപ്പോൾ പശ ഇതിന് നമ്മൾ ഇങ്ങനെ ഒരൊറ്റ കട്ട് മാത്രം ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ മാത്രം പശ വയ്ക്കാം. നമ്മൾ പേപ്പർ ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത് ഇനി നമ്മൾ ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. സോറി, ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഉണ്ടാവും ഈ സൈഡിൽ. ഒട്ടാതെ ശ്രദ്ധിക്കുക. നമ്മൾ പക്ഷേ ഈ സൈഡിലേക്ക് വന്നാൽ അത് കുറച്ച് നേരത്തിന് ഇങ്ങനെ തുറന്ന് വെക്കുക, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒട്ടിപ്പോകും. അപ്പോൾ നമുക്ക് അടുത്ത സൈഡ് ഒട്ടിക്കാം. ഈ കളറാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ അങ്ങനെ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു ലൈനും പിന്നെ ഇത് ഫുള്ളും. ഓക്കെ, ഈ ലെയർ വിടാതെ തന്നെ ഈ ഫുള്ളും ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പശ ഒട്ടിക്കാം. എന്നിട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് പറഞ്ഞ പോലെ മുറിച്ചെടുക്കാം. ഓക്കെ, ഒട്ടിച്ചിട്ടുണ്ട്. മുറിച്ചെടുക്കാം. ക്രോസാണ്. ഇത് വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ മുറിച്ചെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ്കിംഗ് ടാപ്പിൻ്റെ ക്രോസ് ആയിട്ടൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പോരും. നമ്മൾ ഒട്ടിച്ചതൊക്കെ ഇന്ന് വിട്ട് പോരും. അപ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് മുറിക്കുക. ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. അടുത്ത സൈഡിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ബ്ലൂ ഒട്ടിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് രണ്ടാമത് ഒട്ടിച്ചതിൽ ഇങ്ങനെ ഒരു ചതുരം, പിന്നെ ഇങ്ങനെ. ഓക്കെ, ഈ ചതുരത്തിൻ്റെ ഉള്ളിൽ ഒരു
ആയിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തേച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒട്ടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ക്രോസായിട്ട് മുറിച്ചെടുക്കാം. കഴിയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് നോക്കാം എവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ കളറാണ് കിട്ടുന്നത്. ഇവിടെ ഇതൊരു ചെറിയ പീസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വൈറ്റ് കളറ് അതുകൊണ്ട് ചെറിയൊരു കളറ് നമ്മൾ ആ മരത്തിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് കാണും. അത് നിങ്ങളിത് കറക്റ്റ് അളവിൽ എടുത്താൽ മതി. ഓക്കെ, വൈറ്റാണ് ഒട്ടിച്ചത്. ഓക്കെ, ഒട്ടിച്ച് കഴിഞ്ഞു. നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫുൾ ക്രോസ് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും പിന്നെ ഒന്ന് ഇങ്ങോട്ടും. അത് പശ ഉണ്ടായതുകൊണ്ടാണ് അവിടെ. ഓക്കെ, ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് നോക്കാം. ഒരു സൈഡും കൂടിയേ ഉള്ളൂ അവിടെ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണോ ഇതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ട് മാജിക് ക്യൂബ്. ഓക്കെ, ഇവിടെയും കുറച്ച് പ്രശ്നമുണ്ട്. ഓക്കെ, നിങ്ങളിതൊക്കെ നോക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ. ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ അളവൊക്കെ മാറിപ്പോയതാവും ചിലപ്പോൾ. ഓക്കെ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതും നമ്മൾ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. മാജിക് ക്യൂബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കുറേ കളേഴ്സ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാജിക് ക്യൂബ്.